ഇപ്പോൾ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് നമ്മൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേനും വണ്ടി തേർഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡിലോട്ട് ഇടാം. അടുത്തൊരു കമൻറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഗിയറിൽ തന്നെയാണോ വണ്ടി ഓട്ടിക്കേണ്ടത് അതോ ഫസ്റ്റ് ഗിയറിലാണോ? ബൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ സ്പ്ലെൻഡറാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് എടുത്തൊരു സ്പ്ലെൻഡറാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കവറായി. ഇന്ന് നമ്മൾ ആ വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ നേരത്തെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയായിരിക്കും. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കുറേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ വീഡിയോയ്ക്ക് അകത്ത് വന്നൊരു 3-4 കമൻറ്റിൻ്റെ ബേസിലാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഡൗട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ വന്നിരിക്കുന്ന കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും എപ്പോഴാണ് തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടേണ്ടതെന്ന് അറിയില്ല ബ്രോ, റൈഡ് ചെയ്ത് കൂടി ഒന്ന് കാണിക്കാമോ പ്ലീസ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേസ്. അതായത് ഇപ്പോൾ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡിലേക്ക് ഇടേണ്ട സിറ്റുവേഷൻസ് എന്ന് പറയുമ്പോഴത്തേനും ഒന്ന് നമ്മൾ വണ്ടി സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേനും വണ്ടി തേർഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡിലോട്ട് ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിൽ നമ്മുടെ മുമ്പിൽ ഏതെങ്കിലുമൊക്കെ വണ്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വണ്ടി ഒരു തേർഡിലോ ഫോർത്തിലോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാം. ഇതൊക്കെയാണ് സിറ്റുവേഷൻസ് വരുന്നത്. പിന്നെ സിറ്റുവേഷൻ ബേസിലാണ്. ഇപ്പം നമ്മുടെ വണ്ടി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡും തേർഡിലോട്ട് ഇടാം. ഇപ്പോൾ ഞാൻ വണ്ടി എടുത്തപ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇപ്പോൾ ഫസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ സെക്കൻഡിലോട്ട് ഇട്ടു, സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ഇട്ടു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. തേർഡിൽ നിന്ന് ഫോർത്തിലോട്ട് ഇട്ടു. ഇപ്പോൾ എനിക്ക് ഇവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ സെക്കൻഡിലോട്ട് ഇടുന്നു. വണ്ടി അപ്പോൾ സ്ലോ ആയതുകൊണ്ടല്ലേ. അപ്പം ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ഉള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ വണ്ടി തേർഡിൽ നിന്ന് സെക്കൻഡിലോട്ട് ഇടുന്നത്. പിന്നെ അടുത്ത് വന്നൊരു കമൻറ്റും കൂടെ വായിക്കാം ഗൈസ്, ഇവിടെ നിർത്താം. എന്ന് പറയുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഉടനെ ക്ലച്ച് വിടാമോ? ലൈക്ക് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ട് എടുക്കുമ്പോൾ ക്ലച്ച് ഉടനെ വിടണോ? സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ട് ഇടുമ്പോഴെന്നാണോ അതോ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് ഇടുമ്പോഴാണോ ബ്രോ ഉദ്ദേശിച്ച് അറിഞ്ഞുകൂടാ. അത് രണ്ടും പറഞ്ഞുതരാം. ആദ്യം ഞാൻ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. വണ്ടി ഇപ്പം ന്യൂട്രലാണ്, ക്ലച്ച് പിടിച്ചു, ഞാൻ ഫസ്റ്റിലോട്ട് ഇട്ടു. സ്പ്ലെൻഡറിന് വന്നിട്ട് ഇപ്പം മിക്കവരൊക്കെ ഇങ്ങനത്തെ കമ്പ്യൂട്ടർ സെഗ്മെൻറ്റ് ബൈക്കിലായിരിക്കും പഠിക്കുന്നത്. ഏറ്റവും താഴെയാണ് നമുക്ക് ന്യൂട്രൽ വരുന്നത്. അതിൻ്റെ മുകളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെയാണ് വരുന്നത് ഗിയർ. ഇപ്പം ന്യൂട്രലാണ്, ഞാൻ നേരെ ക്ലച്ച് പിടിച്ചു, ഫസ്റ്റ് ഇട്ടു. പയ്യെ നമ്മൾ ക്ലച്ച് വിട്ടുകൊണ്ട് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി മൂവ് ചെയ്തു. വണ്ടിയുടെ ഒരു സ്ട്രെസ് പോയിൻ്റ് എത്തിയപ്പോൾ നമ്മൾ സെക്കൻഡിലോട്ട് ഇട്ടു. ഓക്കെ, ആ ഒരു സെക്കൻഡിലോട്ട് ഇട്ടു. വീണ്ടും വണ്ടിയുടെ അടുത്തൊരു സ്ട്രെസ് പോയിൻ്റ് വന്നപ്പോൾ നമ്മൾ തേർഡിലോട്ട് ഇട്ടു. ഇപ്പം എന്തിനാണ് നമ്മൾ ഏതൊക്കെ ടൈമിലാണ് കറക്റ്റായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. വണ്ടിയുടെ ആ ഒരു സ്ട്രെസ് പോയിൻ്റ് എത്തുമ്പോഴത്തേനും നമ്മൾ സെക്കൻഡിലോട്ട് ഇടുന്നു, അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് ഇടുന്നതും സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ഒക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നു. പിന്നെ അത് നമുക്ക് സ്പീഡ് അനുസരിച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പയ്യെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിലോ തേർഡിലോ ഒക്കെ ഇട്ട് പോവാം. അങ്ങനെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ വണ്ടി നല്ല സ്മൂത്തായിട്ടാണ്, നിങ്ങൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗിയർ തന്നെ ഇട്ട് ഓട്ടിക്കാവുന്നതാണ്. പോലീസ് ഉണ്ടോ? നിങ്ങൾക്ക് ആ ഒരു ഗിയറിൽ തന്നെ ഇട്ട് ഓട്ടിക്കാം. പിന്നെ നിങ്ങളുടെ വണ്ടി ഒട്ടും നിങ്ങളിപ്പോൾ ഒരു 4ാമത്തെ 5ാമത്തെ ഗിയറിലൊക്കെ ഇട്ടിട്ട് 30-40 സ്പീഡിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി ഉറപ്പായിട്ടും എൻജിൻ നോക്കിങ് സൗണ്ടൊക്കെ വരും. അത് വണ്ടി കുറച്ച് നല്ല രീതിയിൽ ഓവറായിട്ട് ഇഴഞ്ഞ് ഒരു വൃത്തിയുടെ രീതിയിലുള്ള സൗണ്ടൊക്കെ എൻജിൻ സൈഡിൽ നിന്ന് വരും. അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പം വണ്ടിക്ക് ഓരോ സ്പീഡുണ്ട്. ഇപ്പം സ്പ്ലെൻഡറിന് എടുത്ത് നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 20 ആകുമ്പോഴത്തേനും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് ഇടുക. 20 അത് 30-40 ക്രോസ് ചെയ്യുമ്പോഴത്തേനും 30 കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെസ് പോയിൻ്റ് വരും. ആ ഒരു പോയിൻ്റ് കഴിയുമ്പോഴത്തേനും അങ്ങനെ ഡൗൺ ഗിയർ നമ്മൾ അപ്പ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേർഡിലാണ് പോകുന്നത്. എൻ്റെ ഫ്രണ്ടിൽ പെട്ടെന്ന് ഒരു ഒബ്സ്റ്റക്കിൾ വന്നാൽ ഞാൻ പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണം. തേർഡിൽ നിന്ന് സെക്കൻഡിൽ ഇടണം. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റിലോട്ട് ഇടണം. പിന്നെ നമ്മൾ വണ്ടി നിർത്തുമ്പോഴത്തേനും ഇപ്പം ഈ ഒരു സ്ലോനെസ് വന്നിട്ട് നമുക്ക് ക്ലച്ച് പിടിച്ച് ബ്രേക്കും പിടിച്ച് വണ്ടി നിർത്തുന്ന സമയത്ത് ന്യൂട്രലോട്ടാക്കാം. അപ്പോൾ വണ്ടി ഞാൻ നിർത്തിയപ്പം പക്ക ന്യൂട്രലായി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അയ്യോ പോലീസ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്. അടുത്തൊരു കമൻറ്റ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഗിയറിൽ തന്നെയാണോ വണ്ടി ഓട്ടിക്കേണ്ടത് അതോ ഫസ്റ്റ് ഗിയറിലാണോ? അപ്പം ഈ ഒരു ഡൗട്ട് ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ വണ്ടി ഓടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗിയറിലാണോ വണ്ടി ഓട്ടിക്കാം. പക്ഷേ നമ്മുടെ സ്പീഡും നമ്മുടെ പ്രിഫറൻസും അനുസരിച്ച് നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും. മാത്രമായിട്ട് വണ്ടി അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റിലിട്ട് ഓട്ടിക്കണോ സെക്കൻഡിലിട്ട് ഓട്ടിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗിയറിൽ മാത്രമായിട്ട് ഓടിക്കാൻ പറ്റില്ല. ഫസ്റ്റ് നമ്മൾ വണ്ടി ഇനീഷ്യലി എടുക്കുമ്പോഴത്തേനും ഫസ്റ്റിലിടുക, എടുത്തൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡിലിടുക,
പിന്നെ നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അത് തേർഡാക്കുക. ഇപ്പം നല്ല വലിയ റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിൽ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫോർത്തിലോട്ടൊക്കെ ഇട്ട് ഓടിക്കുക. ഇപ്പം നിങ്ങളുടെ വണ്ടി 4th ഗിയർ അല്ലെങ്കിൽ 5th ഗിയറിലൊക്കെ ഇടേണ്ട നമുക്ക് 5th 6th ഒക്കെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ ഹൈവേസിൽ മാത്രമേ അങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം നോർമൽ നമ്മുടെ സ്പീഡിനനുസരിച്ച് കൂട്ടുക. അപ്പം ഓരോ ഗിയറിനും അതിൻ്റേതായ ഒരു സ്ട്രെസ് പോയിൻ്റ് ഉണ്ട്. ആ ഒരു പോയിൻ്റ് എത്തുമ്പോൾ നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ലൈക്ക് ഇതിപ്പോൾ വണ്ടി ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് സൈഡിൽ നിർത്തി. ഇനി എനിക്ക് വണ്ടി ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യണമല്ലോ. നമ്മൾ ക്ലച്ച് പിടിച്ചു, ഫസ്റ്റിലിട്ട് കഴിഞ്ഞിട്ട് വണ്ടി ഞാൻ പയ്യെ മൂവ് ചെയ്തു. കണ്ടില്ലേ, വണ്ടി സ്ട്രെസ്സാവാൻ തുടങ്ങി. ആ ഒരു പോയിൻ്റ് ക്ലച്ച് പിടിക്കുക, ഗിയർ ഇടുക. പിന്നെ ക്ലച്ച് നമുക്ക് ഗിയർ ഇപ്പം നിങ്ങളിപ്പം എന്താ പറയുക, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് ഇട്ടിട്ട് ക്ലച്ച് വിട്ടാൽ മാത്രമേ നമുക്ക് വണ്ടി മൂവ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ആക്സിലേറ്റർ മാത്രം കൊടുക്കാൻ വേണ്ടി ഞാൻ ക്ലച്ച് ഇപ്പോൾ പിടിച്ച് വെച്ചിരിക്കുകയാണ്. ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി മൂവ് ആവത്തില്ല. കാരണം എൻജിനിൽ നിന്നുള്ള ആ ഒരു പവർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യണം. കണ്ടില്ലേ, ഇപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്തു, വണ്ടി മൂവ് ആവുന്ന കണ്ടില്ലേ. അപ്പം നിങ്ങൾ ഉടനെ തന്നെ ഇപ്പോൾ വണ്ടി മൂവിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിയർ മാറ്റി ഉടനെ തന്നെ ക്ലച്ച് വിടാം. വണ്ടി മൂവിങ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു പയ്യെ ക്ലച്ച് റിലീസ് ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കേണ്ട ഒരു ടാസ്ക് വരുന്നത്. അല്ലാതെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് വിടാം. പിന്നെ ഗിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇപ്പം ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ ഇതിട്ടപ്പോഴത്തേനും ഇതിനെ ഈ ഒരു പ്രോസസ്സിനെ ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയും. അപ്പം ഞാൻ താഴെ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല, ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചിട്ടില്ല, പക്ഷേ വണ്ടിയിലൊരു ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. ഇതിനാണ് ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. കാരണം ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുളമാവും. അപ്പം ഇതിനാണ് ഗിയർ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, എൻജിനൊരു സ്ട്രെസ് ആവുന്നുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഇനിയും നമ്മൾ താഴോട്ട് ഇടുമ്പോഴത്തേനും വണ്ടി ഇനിയും സ്ട്രെസ്ഡ് ആവും. അപ്പം ഇതിപ്പോൾ ഞാൻ ഡൗൺ ഷിഫ്റ്റാണിത്. ഇനി അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, വണ്ടി ഓവർ സ്ട്രെസ്ഡായി. ഈ ഒരു സ്ട്രെസ്സായി നിൽക്കുന്ന മൊമെൻറ്റിൽ അപ്പ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും ആ ഒരു എൻജിൻ്റെ സ്ട്രെസ്സ് മാറി. ഇതിന് നമ്മൾ സ്പീഡിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ഗിയറിൽ ഇതേ സ്ട്രെസ്സിങ് വരും. അപ്പോൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ആ ഒരു എൻജിന് ഒരു വൃത്തിയായിട്ട സൗണ്ട് വന്നു. നമ്മൾ പൊതുവെ ചെയ്യണമെന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സ്ട്രെസ് അത്രയും സ്ട്രെസ്സാക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിന് വണ്ടി നല്ല സ്മൂത്തായിട്ട് പൊക്കോളും. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു 3 കമൻറ്റിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതും എൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളതും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഒരു ഗ്രൂപ്പിനകത്തേക്ക് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ വേറെ മെമ്പേഴ്സിനോട് ചോദിക്കാവുന്നതാണ്. ഒരു 63 പേര് വരുന്ന ഒരു കമ്മ്യൂണിറ്റി നമുക്ക് വാട്സാപ്പിലുണ്ട് കേസ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കയറി നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യാം. മാക്സിമം റിപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കാം കേസ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേസ് ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.